ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഇന്ന് ഒരിടം വരെ പോവുകയാണ്. എവിടെയാണ് പോണേന്ന് ചോദിച്ചപ്പോൾ ഈസാപ്പി പറഞ്ഞതാട്ടോ മറുപടി. എപ്പോഴും ചോദിച്ചാൽ ദേഷ്യം വരും, അതുകൊണ്ട് മുഖം വീർപ്പിച്ച് കെറിയിച്ചിരിക്കുക കേട്ടോ. പിന്നെ ഞാൻ കൂടുതലൊന്നും സംസാരിക്കാനും പോയില്ല. ഞങ്ങൾ ഇന്ന് പോകുന്ന ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് കേട്ടോ. 2-3 ദിവസമായിട്ട് ഈസായി പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, കാളയെ കാണിക്കാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ്. പറ്റിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ, അതുകൊണ്ട് ഇന്നെന്തായാലും അവനെ കൊണ്ടുപോയേക്കാന്ന് കരുതി. കൂടുതലും ഞങ്ങൾ വന്നത് കാലഭൈരവനെ കാണാനാണ് കേട്ടോ. നമ്മുടെ ഓണാട്ടുകാരക്കാർക്ക് 2 ഓണമാണ് കേട്ടോ ഉള്ളത്. അതിലൊരു ഓണമാണ് 28-ാം ഓണം. നോർമൽ ഓണം കഴിഞ്ഞിട്ട് 28 ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു ഉത്സവമാണ്. നമ്മുടെ നാട്ടിലെ ഒരു ഉത്സവം തന്നെയാണ് കേട്ടോ ഇത്. അന്നത്തെ ദിവസം എനിക്ക് ഇവനെ ഇതൊക്കെ കൊണ്ടുവന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര തിരക്ക് കാരണം നമുക്ക് വരാൻ കഴിഞ്ഞില്ല. വേറൊന്നുമല്ല, കുഞ്ഞുങ്ങളെയും കൊണ്ടൊന്നും അന്നത്തെ ദിവസം നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. എന്നാൽ വരുന്നവരുണ്ട് കേട്ടോ. എനിക്ക് ഇവനെയും കൊണ്ട് ടാസ്ക്കാണ്, കാരണം എൻ്റെ കൂടെ വരാൻ വേറെ ആരുമില്ല. നമുക്ക് ഒറ്റയ്ക്ക് അവനെ മാനേജ് ചെയ്യാൻ പറ്റില്ല. തിരക്കുള്ള ടൈമിൽ എനിക്ക് ഭയങ്കര പേടിയാണ് ഇവനെയും കൊണ്ട് പുറത്തോട്ട് ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് കേട്ടോ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് കരുതിയത്. വന്നപ്പോഴേക്കും കാളകളെ എല്ലാം അഴിച്ചു തുടങ്ങിയിരുന്നു. എന്തായാലും കാലഭൈരവനെ കാണാൻ പറ്റി കേട്ടോ. അതൊക്കെ കണ്ടിറങ്ങിയപ്പോഴത്തേക്കും പുള്ളിക്കാരനതാ ഈ സാധനം വേണമെന്നും പറഞ്ഞിട്ട് കരച്ചിലായിരുന്നു. അതൊരെണ്ണം വാങ്ങിക്കൊടുത്ത് അവനെ ഹാപ്പി ആക്കിയിട്ട് ഞങ്ങളെല്ലാവരും ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് വന്നിട്ട് ദാണ്ടെ ഈ ഒരു കടല ഫ്രൈ വാങ്ങി കഴിച്ചു കേട്ടോ. ഇത് പുള്ളിക്കാരൻ കുറച്ച് കഴിച്ചപ്പോഴത്തേക്കും നല്ല എരിവായിരുന്നു, അതുകൊണ്ട് അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു പാനിപൂരി വേണമെന്ന്. അങ്ങനെ അതും വാങ്ങിക്കൊടുത്ത് അതും അങ്ങനെ കഴിച്ചില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഐസ്ക്രീം വണ്ടി കണ്ടു. അതിനായിരുന്നു പിന്നെ പിടുത്തം. പിന്നെ അത് ഫുള്ള് ഞാൻ കഴിച്ചിട്ട് എങ്ങനെയൊക്കെയോ കഴിച്ച് തീർത്തിട്ട് പിന്നെ അവനൊരു ഐസ്ക്രീമൊക്കെ വാങ്ങി അവിടെ കുറേ നേരം നിന്നു. ഇതൊക്കെ ഒന്ന് കണ്ട് ഭയങ്കര നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇറങ്ങാനായപ്പോഴത്തേക്കും കുറച്ച് തിരക്ക് കൂടി കേട്ടോ. പിന്നെ ആളുകൾ കാണാനായിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ഒരു സന്ധ്യ സമയത്ത് അതൊക്കെ കാണാനും നല്ല രസമായിരുന്നു. അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പെയ്യെ ഞങ്ങളുടെ വണ്ടിയൊക്കെ എടുത്തിട്ട് തിരിച്ച് വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീട് ഇത്രയേ ഉള്ളൂ.